ഹായ്, ദിസ് ഈസ് അർജുൻ. ബിസിനസ് ലോസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾ ഓരോരുത്തർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലോ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സൈക്കോളജിക്കൽ ട്രിക്കാണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് ആണ്. ആർക്ക് വേണമെങ്കിലും എവിടെ ഇരുന്നു കൊണ്ടും നമ്മുടെ ഡേ ടു ഡേ റൂട്ടീനിൽ അതൊരു ഭാഗമാക്കിയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പൊ എന്താണ് ഇത് ശരിക്കും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മറ്റൊരാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കാനും നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം കൊണ്ടുവരാനും നിങ്ങളുടെ ഹാബിറ്റ് ഫോം ചെയ്യാനൊക്കെ ഈ ഒരു ട്രിക്ക് കാരണമായിട്ട് മാറുന്നു. അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ലോയിന്റെ പേരാണ് ക്വസ്റ്റ്യൻ ബിഹേവിയർ എഫക്ട് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ബിഹേവിയർ എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിൽ പല സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, നമ്മുടെ വർക്ക് ലൈഫ് ആയിക്കോട്ടെ, ഏത് മേഖലയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അവിടെ ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും നിങ്ങൾ പല കാര്യങ്ങളിലും സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പറയാറ്. അതിനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മളിത് ചെയ്യാൻ കുറച്ചും കൂടി നിർബന്ധിതനാവും എന്നുള്ളതാണ് ഈ ലോ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ന്യൂ ഇയർ ഇനി വരാൻ പോവാണ്. ജനുവരി 1-ാം തീയതി നമ്മൾ ഒരുപാട് പേരും ഒരു തീരുമാനം എടുക്കും, ജിമ്മിൽ പോവാം, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ടൊരു ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊരു തീരുമാനമാണ്. അപ്പൊ നമ്മളോട് തന്നെ പറയും, നാളെ തൊട്ട് ഇങ്ങനെ പോകണം എന്ന് പറയും. പലപ്പോഴും ഒരു 4-5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചൂടങ്ങട് ആറി പിന്നെ പോവാതെയാവും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ശരിക്കും നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അവിടെ ഒരു ആക്റ്റീവ് റെസ്പോൺസ് ജനറേറ്റ് ആവുന്നില്ല. പകരം അവിടെ എന്താണ്, ഒരു പാസീവ് റെസ്പോൺസ് ആണ്. എന്നാൽ ആക്റ്റീവ് റെസ്പോൺസ് എപ്പോഴാണ് ജനറേറ്റ് ആവുക? വിൽ യു ഗോ ടു ദ ജിം ടുമാറോ? നാളെ നീ ജിമ്മിൽ പോവോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നമ്മുടെ മനസ്സൊരു ഉത്തരം പറഞ്ഞേ പറ്റൂ, യെസ് ഓർ നോ. നോ പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് പോവില്ല, അതൊരു കാരണമാണോ എന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സ് തന്നെ ചോദിക്കും. പക്ഷെ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ യെസ് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി, പക്ഷെ അത് ഒരു ദിവസം കൊണ്ട് മാത്രം നമ്മൾ നിർത്തേണ്ട ഒരു ചോദ്യമല്ല. എല്ലാ ദിവസവും നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. അല്ലെങ്കിൽ തലേന്ന് രാത്രി നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ഒരു ചോദ്യമാണ്, നാളെ നീ ജിമ്മിൽ പോവോ? ആ ചോദ്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ റൂട്ടീനിലേക്ക് പോകും. പക്ഷേ നിങ്ങളത് ചോദിക്കാതിരുന്നു ഒരു ബ്ലൈൻഡ് ആയിട്ട് ഒരു അഫർമേഷൻ പോലെയാണ് അത് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റിസൾട്ട് കിട്ടില്ല. എപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ നിങ്ങൾ റണ്ണിങ്ങിന് പോവാണ്. ആ റണ്ണിങ്ങിന് പോകുന്ന സമയത്ത് നിങ്ങൾ ആദ്യം വിചാരിച്ചത് ഒരു 15 മിനിറ്റ് ഓടാം എന്നാണ് വിചാരിച്ചത്. ആ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ, വിൽ യു ഗോ ഫർദർ, വിൽ യു ഗോ ഫോർ അറൌണ്ട് 5 മിനിറ്റ്സ് മോർ എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയും യെസ് എന്ന് പറയും. നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഗിൽറ്റി ഫീലിംഗ് വരും. ഒരു 5 മിനിറ്റ് കൂടിയല്ലോ, ഒന്ന് ഓടാലോ, 5 മിനിറ്റിന്റെ കാര്യമല്ലല്ലോ എന്നുള്ളത് നമ്മുടെ മനസ്സ് തന്നെ പറയും. ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ ടീമില് നമ്മുടെ അംഗങ്ങളോട് നമ്മളൊരു കാര്യം അവരെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അവിടെ എപ്പോഴും നമ്മൾ ചോദിക്കേണ്ട കാര്യം, വിൽ യു ബി ഏബിൾ ടു ഡു ദാറ്റ്? നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കേണ്ടത്. കാരണം അവിടെ നമ്മൾ പറയണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നാമത്തെ കാര്യം അവിടെ ഒരു അതോറിറ്റേറിയൻ ഫീല് വരും. നമ്മൾ അവരോട് അത് ചെയ്യാൻ നിർബന്ധിതനായിട്ട് അവരെ കൊണ്ട് തന്നെ അത് എന്താ പറയുക, ഫോഴ്സ് ചെയ്യിപ്പിക്കുന്ന ഒരു ഫീൽ വരും. കാരണം ഒരു അതോറിറ്റേറിയൻ ഫീൽ വരും. പക്ഷേ വിൽ യു ബി ഏബിൾ ടു ഡു ദാറ്റ്, നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ യെസ് ഓർ നോ എന്നുള്ളതാണ് എപ്പോഴും ഒരു ഉത്തരം വരിക. യെസ് ആണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഹി വിൽ ഡു ദാറ്റ്. നോ എന്നുള്ളത് ആള് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് തന്നെ അത് കുറച്ചിലായിട്ട് മാറും. അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അത്തരത്തിലുള്ള വാക്കുകളായിരിക്കണം. ഇപ്പൊ നമ്മളെല്ലാവരും നോർമലി മലയാളത്തിൽ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. പക്ഷെ ഞാൻ ഈ നേടിയ അറിവില് എനിക്ക് ഈ ഒരു അറിവ് തന്ന വ്യക്തി ഇത് ഇംഗ്ലീഷിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞ വിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഓണർഷിപ്പിന്റെ വാക്കാണ് വിൽ യു ബി ഏബിൾ ടു ഡു ഇറ്റ് എന്നുള്ളത് ചോദിക്കുകയാണ് ഏറ്റവും ഉചിതം എന്നാണ് അവർ പറയുന്നത്. കാരണം നമ്മളിപ്പോ ക്യാൻ യു ഡു ഇറ്റ്, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ, സാധിക്കുമോ, ഞാൻ വേറെ ആരെങ്കിലും നോക്കണമോ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു അൺസർട്ടിനിറ്റി ഉണ്ട്. അവിടെ എപ്പോഴും ഒരു ഓപ്ഷൻ ഓപ്പൺ ആണ്. പക്ഷെ വിൽ യു ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓണർഷിപ്പ് ഉണ്ട്. ആ ഒരു ഓണർഷിപ്പ് നമുക്ക് ശരിക്കും നമ്മുടെ വാക്കുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഏതൊരു മേഖലയിലും നമ്മളെ ഉയരത്തിലേക്ക് എത്തിക്കുക. നമ്മൾ പറയാറുണ്ട്, പലപ്പോഴും ക്ലാസ്സുകളിൽ ടീച്ചർ ചോദിക്കാറുണ്ട്, എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കും. ഭൂരിഭാഗം പേരും കൈപൊക്കില്ല. കാരണം ഇനി അത് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ടത്തരമാവുമോ എന്ന് വെച്ചിട്ട് കൈപൊക്കാതിരിക്കുന്നത്. പക്ഷെ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുട്ടിയാണ് ജീവിതത്തിൽ മുന്നോട്ട് എത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ അക്കാഡമിക്കലി പിന്നോട്ടായിരുന്നുണ്ടാവും, പക്ഷെ ലൈഫിൽ ആ കുട്ടിയായിരിക്കും മുന്നോട്ട് എത്തിയിട്ടുണ്ടാവും. കാരണം ക്ലാരിറ്റി കിട്ടും കാര്യങ്ങളിൽ. അപ്പൊ നമുക്കും നമ്മളൊരു ബിസിനസ് ആണ് ചെയ്യുന്നെങ്കിൽ, നമ്മളൊരു വർക്കിലാണ്, നമ്മളൊരു പ്രൊഫഷണൽ ലൈഫ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 1980 ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടന്നു. അവിടെ റൊണാൾഡ് റീഗനും ജിമ്മി കാർട്ടറും തമ്മിലായിരുന്നു മത്സരം. ജിമ്മി കാർട്ടർ 1976 പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹവും പിന്നെ റൊണാൾഡ് റീഗനുമായിട്ട് മത്സരിക്കുന്നു. അങ്ങനെ ഈ ഒരു ടൈമില് ഇലക്ഷൻ ക്യാമ്പയിന്റെ സമയത്ത് നമുക്കറിയാം ഡിബേറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ജിമ്മി കാർട്ടറിന്റെ സെഷൻ കഴിഞ്ഞതിന് ശേഷം റൊണാൾഡ് റീഗനെ വിളിക്കുകയാണ്. ഇദ്ദേഹത്തിന് വേണമെങ്കിൽ കഴിഞ്ഞ 4 കൊല്ലത്തിനിടയിൽ ജിമ്മി കാർട്ടർ ഭരിച്ച സമയത്തുള്ള എക്കണോമിക് സ്റ്റാറ്റസുകളെ നിരത്തിയിട്ട് ഒരു വലിയൊരു പ്രസംഗം നടത്താം. കാരണം ആ സമയത്ത് എക്കോണമി കുറച്ച് താന്നിട്ടായിരുന്നു.
ഒരു പ്രസംഗം നടത്താമായിരുന്നു. പക്ഷെ അദ്ദേഹം വന്നിട്ട് സിമ്പിൾ ആയിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം, അടുത്ത വെള്ളിയാഴ്ച ഈ കാണുന്ന ജനങ്ങളും ഇത് ടി വിയിലൂടെ കാണുന്ന എല്ലാവരും നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുന്നേക്കാളും മുന്നേ നിങ്ങൾ തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 4 കൊല്ലത്തിൽ എന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത്? അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? എന്റെ സമൂഹവും എന്റെ അന്തരീക്ഷവും എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചു? ഒരു മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു വളർച്ചയാണോ കഴിഞ്ഞ 4 കൊല്ലത്തിൽ ഉണ്ടായേ എന്നുള്ള ചോദ്യങ്ങൾ ആളിങ്ങനെ നിരത്തി, ചോദ്യങ്ങൾ മാത്രമേ ആള് ചോദിച്ചുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആള് ലാസ്റ്റ് പറഞ്ഞു, ഇതിനെല്ലാത്തിനും നിങ്ങളുടെ ഉത്തരം പോസിറ്റീവ് ആണെങ്കിൽ, യെസ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഒരു തീരുമാനമെടുക്കാം, ആ തീരുമാനം എന്തുവാണെങ്കിലും ഞാൻ അംഗീകരിക്കുന്നു പറഞ്ഞു. 6,50,000 ആൾക്കാരാണ് ആ ഒരു ഡിബേറ്റ് കഴിഞ്ഞപ്പോൾ റെസ്പോണ്ട് ചെയ്തത്. അതുവരെ ജിമ്മി കാർട്ടറിന് ഓൾമോസ്റ്റ് 8 പോയിന്റ് ലീഡായിരുന്നു. പക്ഷേ ഈ ഒരു ചോദ്യങ്ങൾ മാത്രം അദ്ദേഹം ചോദിച്ചതിന് ശേഷം ഇത് മൊത്തം മാറി മറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോ ചോദ്യങ്ങൾക്ക് അത്രത്തോളം പവർ ഉണ്ട്. നമ്മുടെ ടീമിലായിക്കോട്ടെ, നമ്മുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും നമ്മൾ നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മളോട് ചോദിക്കുക, നമ്മുടെ ടീമിൽ വരുന്ന ആൾക്കാരോട് ചോദിക്കുക, നമ്മുടെ ബിസിനസ് കൗണ്ടർ പാർട്ടിനോട് ചോദിക്കുക, നമ്മുടെ വൈഫിനോട് ചോദ്യങ്ങൾ ചോദിക്കുക. ചോദ്യങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് കൂടുതലും തരാൻ സാധ്യതയുള്ളത്. കാരണം അവിടെ എപ്പോഴും 2 ഓപ്ഷനേ ഉള്ളൂ, ഒന്നില്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. നോ പറയാൻ പൊതുവെ ആൾക്കാർക്ക് മടിയാ, എസ്പെഷ്യലി വെൻ അവർക്ക് ഇത് ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും യെസ്സിലേക്ക് മാത്രമേ പോവുള്ളൂ. അപ്പൊ ഇന്ന് തൊട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ബിഹേവിയർ എഫക്റ്റ് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, ഇറ്റ് വിൽ ഡു വണ്ടേഴ്സ് ഫോർ യു. നിങ്ങൾ പലപ്പോഴും നിരന്തരമായിട്ട് കൊല്ലങ്ങളായിട്ട് എടുത്ത തീരുമാനങ്ങൾ പലപ്പോഴുമായിട്ട് പാളി പോയിട്ടുണ്ടായിരിക്കും, പലപ്പോഴും ഒരു ഫ്രൂട്ടേഷനിലേക്ക് എത്തിയിട്ടുണ്ടായില്ല. അതിന്റെ കാരണം അത് ഇത്രയും കാലം സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിർബന്ധിതമായിട്ട് അല്ലെങ്കിൽ നിർബന്ധത്തോടു കൂടിയിട്ട് തന്നെ ചെയ്യേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അതിനെയാണ് ക്വസ്റ്റ്യൻ ബിഹേവിയർ എഫക്ട് എന്ന് പറയാം. അപ്പൊ ഇതെല്ലാവരും നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ വർക്ക് പ്ലേസിലും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും പുതിയൊരു ബിസിനസ്സിലുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.